Hi dear students, once again welcome back to Public Finance. പബ്ലിക് ഫിനാൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പബ്ലിക് ഫിനാൻസിനകത്ത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് മലയാളത്തിൽ നമ്മളതിനെ പൊതു ചിലവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, The public expenditure is the expenses incurred by the governments for its own maintenance, preservation and welfare of the economy as a whole is referred to as public expenditure. അല്ലേ, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ്റ്സ് ഫോർ ഇറ്റ്സ് ഓൺ മെയിൻ്റനൻസ്, ഗവൺമെൻറ്റിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉള്ള ചിലവ്. ദെൻ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാവിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് അതേപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ. അല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിലനിർത്തണം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് ആണെങ്കിൽ അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ജനങ്ങളിലേക്ക് അതിൻ്റെ വെൽഫെയർ, അതിൻ്റെ മാക്സിമം സാധ്യതകൾ അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വെൽഫെയർ ഓഫ് ദ എക്കണോമി. ഓക്കെ, ജനങ്ങൾ ഈ എക്കണോമിയുടെ സമ്പദ് വ്യവസ്ഥയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവിനെയാണെന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് all the expenses incurred by the government for its maintenance, preservation and welfare of the economy as a whole. Okay, then it refers to the expenses of public authorities, central, state and local governments in a federation, or for the satisfaction of collective needs of citizens or for promotion of economic ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഓക്കെ, അതായത് പബ്ലിക് അതോറിറ്റീസിൻ്റെ എല്ലാ ചിലവുകളും എന്താണ് ഇതിനകത്ത് ഉൾപ്പെടും. or in other words we can say that like that. Okay, the development functions include education, public health, social security, irrigation, canal, drainage, roads, buildings etc. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പബ്ലിക് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ലോക്കൽ ഗവൺമെൻറ്റ്സ് ആയാലും അവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞത്. എന്താണ്? എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ സെക്യൂരിറ്റി, ഇറിഗേഷൻ, കനാൽ, ഡ്രെയിനേജ്, റോഡ്സ്, ബിൽഡിങ്സ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് കുറേയധികം പണം ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനകത്താണ് ഉൾപ്പെടുത്താറ്. The major cause of increase in the public expenditure is nothing but the developmental functions. ഹെൻസ് ഇതേപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിനാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത്. ഹെൻസ് ദ സ്റ്റഡി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹാസ് ബിക്കം വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് പബ്ലിക് ഫിനാൻസ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്കണോമിയിൽ ഈ ഒരു പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നതിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ഈ ഒരു പഠനം പബ്ലിക് ഫിനാൻസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, in recent time public expenditure has been increased enormously. The main reason is that the functions of governments have been increased manifold. ഓക്കെ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇത്രയധികം വർദ്ധിക്കാനുണ്ടായ കാരണം എന്താണ്? ഗവൺമെൻറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഗവൺമെൻറ് ഇടപെടലിന് വളരെയധികം വർധനവ് ഉണ്ടായിട്ടുണ്ട്. അല്ലേ, ദ മോഡേൺ സ്റ്റേറ്റ്സ് ആർ നോ മോർ പോളിസ് സ്റ്റേറ്റ്സ് ബട്ട് വെൽഫെയർ സ്റ്റേറ്റ്സ്. ഓക്കെ, എല്ലാ മോഡേൺ ഗവൺമെൻറ്റ്സ് ഒക്കെ ചിന്തിക്കുന്ന എന്തിലേക്കാണ്? ക്ഷേമരാഷ്ട്രം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ കുറേയധികം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് ഗവൺമെൻറ്റിന് നേടേണ്ടതായിട്ട് വരും. അഡോൾഫ് വാഗ്നർ, എ ജർമ്മൻ എക്കണോമിസ്റ്റ്, presented his famous law of increase of state activities. He states that comprehensive comparison of different countries and different times show that among progressive people with which alone we are concerned, an increase regularly takes place in the activity of both central and local governments. This increase is both intensive and extensive. ഓക്കെ, അഡോൾഫ് വാഗ്നർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഈ ഒരു ഗവൺമെൻറ്റലിൻ്റെ ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് കാൾഡ് ദ ലോ ഓഫ് ഇൻക്രീസ് ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്. ഹി സേസ് ദാറ്റ് comprehensive comparison of different countries and different times show that among progressive people with which alone are concerned, an increase regularly takes place ഇൻ ദ ആക്ടിവിറ്റി ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. ഓക്കെ, അതായത് എക്കണോമിയിൽ ഇങ്ങനെ ആക്ടിവിറ്റീസ്, സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇൻക്രീസസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, ദെൻ Professor Musgrave, the 20th century economist, advocated public expenditure since a government is forced to do many activities such as
അത് ഗവൺമെൻറ് കുറേയധികം ആക്ടിവിറ്റീസ് എക്കണോമിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിന് കാരണമാവുന്നത്. അതിലൊന്നാമതായിട്ട് വരുന്നത് ആക്ടിവിറ്റീസ് ടു സെക്യൂർ റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലേ, ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന റിസോഴ്സസ്, അലോക്കേറ്റ് ചെയ്യുന്ന റിസോഴ്സസ്, അതല്ലെങ്കിൽ എക്കണോമിയിൽ മുഴുവനായിട്ടുള്ള റിസോഴ്സസ് അലോക്കേഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറേയധികം പബ്ലിക് എക്സ്പെൻഡിച്ചർ നേരിടുന്നുണ്ട്. ദെൻ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെയാണ് വിതരണം, അല്ലേ, ഈ റിസോഴ്സസിൻ്റെ വിതരണം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ എക്കണോമിയുടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആയാലും അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റെബിലൈസേഷൻ പോളിസീസൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഫണ്ട് ഗവൺമെൻറ് ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ ഓൾസോ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഈ കൊമേഴ്ഷ്യൽ മേഖലയിൽ, അല്ലെ, വിപണിയിൽ ഇടപെടുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്തരത്തിൽ വിപണിയിൽ ഇടപെടുമ്പോൾ ഗവൺമെൻറ്റിന് കുറേയധികം ഇപ്പോൾ കടപ്പത്രങ്ങൾ വാങ്ങായാലും അതുപോലെ തന്നെ പുതിയ കറൻസീസ് അച്ചടിച്ചിറക്കിയിട്ട് പുതിയ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ചിലവുകൾ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. ഓക്കെ, ദെൻ കോസസ് ഫോർ ദ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ ഒരു പൊതു ചെലവ് വർദ്ധിക്കുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് ക്ഷേമരാഷ്ട്രം. ഏതൊരു ഗവൺമെൻറ്റും ക്ഷേമരാഷ്ട്രമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ് കുറേയധികം പബ്ലിക് എക്സ്പെൻഡിച്ചർ നേടേണ്ടതായിട്ട് വരുന്നുണ്ട്. മോഡേൺ സ്റ്റേറ്റ്സ് ആർ നോ മോർ പോളിസ് സ്റ്റേറ്റ്സ്. ദേ ഹാവ് ടുക്ക് ഇൻ ടു ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഫോർ വിച്ച് ദ സ്റ്റേറ്റ് ഹാസ് ടു പെർഫോം a number of functions. They have to create and undertake employment opportunities, social security measures and other welfare activities. All these require enormous expenditure. നമുക്കറിയാം, മോഡേൺ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മോഡേൺ സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം വെൽഫെയർ ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ട്, അല്ലേ. ഇപ്പോൾ പെൻഷൻസ് സ്കീമിലൂടെ ആയാലും അതുപോലെ തന്നെ കുറേയധികം വെൽഫെയർ ആക്ടിവിറ്റീസ്, വെൽഫെയർ പോളിസീസ് ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ചിലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ. ദെൻ നെക്സ്റ്റ് ഈസ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വെൽഫെയർ ഈസ് വെരി എക്സ്പെൻസീവ്. Warfare is very expensive. Wars and possibilities of wars have forced the nation to be always equipped with arms. ദിസ് കോസസ് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലെ, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള വാറുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും സജ്ജരായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിഫൻസിന് വേണ്ടിയിട്ട്, അല്ലെ, നുഴഞ്ഞ കയറ്റമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ എക്യുപ്മെൻറ്റ്സൊക്കെ ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് വാറൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറേയധികം ചിലവുകളൊക്കെ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതും പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നതിന് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഗ്രോത്ത് ഓഫ് ഡെമോക്രസി. ദ ഫോം ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. ദ കണ്ടക്ട് ഓഫ് എലക്ഷൻസ്, മെയിൻ്റനൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ലെജിസ്ലേച്ചേഴ്സ് എക്സെട്ര കോസസ് ഗ്രേറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഈ ഒരു ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ, അല്ലേ. ഇപ്പോൾ എലക്ഷൻ ഒക്കെ കഴിയുന്ന അവസ്ഥയിൽ കുറേയധികം ചിലവ് ആ ഒരു എലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ലെജിസ്ലേച്ചേഴ്സ്, അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ ഗവൺമെൻറ് നേടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ കോസ് ഓഫ് ഗ്രേറ്റ് എക്സ്പെൻഡിച്ചർ ടു ദി ഗവൺമെൻറ്. ദെൻ നെക്സ്റ്റ്, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്. Tremendous growth of population necessitates enormous spending on the part of modern governments for meeting the needs of the growing population. More educational institutions, food, materials, hospitals, roads and other amenities of life are to be പ്രൊവൈഡഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് അഡീഷണലായിട്ട് അത്രയും ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് ഈ ഗവൺമെൻറ്റൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസ് വേണം, ഹോസ്പിറ്റൽസ് വേണം, റോഡ്സ് വേണം. ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ അധികം ജനസംഖ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ നേടുന്നതായിട്ട് വരും, അല്ലേ. അപ്പോൾ അത്ര കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഓക്കെ,
Then rise in price level. Rises in price have considerably enhanced public expenditure in recent years. Higher prices mean higher spending on the part of the government on items like payment of salaries, purchase of goods and services and so on. അല്ലേ, റൈസ് ഇൻ പ്രൈസ് ലെവൽ, അതായത് ഈ ഒരു വിലയിലുണ്ടാകുന്ന വർധനവ് അല്ലേ. വിലയിലുണ്ടാകുന്ന വർധനവ് സാധാരണ ജനങ്ങളെ എങ്ങനെയാണോ ബാധിക്കുന്നത് അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെയും ബാധിക്കും. ഓക്കെ, വിലയിലുണ്ടാകുന്ന വർധനവ് ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിക്കുന്നതിന് കാരണമാവും. അതേപോലെ തന്നെ ഗവൺമെൻറ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം എന്താണ് ഈ ഒരു വില വർധനവ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സാലറീസും പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇതെല്ലാം ഗവൺമെൻറ്റും നേടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ എക്സ്പാൻഷൻ പബ്ലിക് സെക്ടർ. Countries aiming at socialistic pattern of society have to give more importance to public sector. Consequent development of public sector enhances public expenditure. അല്ലേ, പബ്ലിക് സെക്ടറിൽ ഉണ്ടാകുന്ന വർധനവ്, അത് കൂടുതൽ കൺട്രീസ് എന്താണ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി നിലനിൽക്കുന്ന കൺട്രീസ് കൂടുതലായിട്ടും ഈ പബ്ലിക് സെക്ടർ ഗവൺമെൻറ്റൽ സെക്ടറിൽ വർധനവ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. അത്തരത്തിൽ ഗവൺമെൻറ് സെക്ടർ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പബ്ലിക് സെക്ടർ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് പബ്ലിക് സെക്ടർ ലീഡ്സ് ടു an increase in the public expenditure. The next point is development expenditure. For implementing developmental programs like 5-year plans, modern governments are incurring huge expenditure. അല്ലേ, അതായത് ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 5-year പ്ലാൻസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ നമുക്കറിയാം 5-year പ്ലാൻസിൽ മാറ്റിയിട്ട് കുറേയധികം നീതി ആയോഗ് വന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്ലാനിലൊക്കെ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ പുതിയ പുതിയ പോളിസീസ് അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്ലാനുകളൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് നേടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദെൻ പബ്ലിക് ഡെപ്റ്റ്. Along with the debt raises the problem like payment of interest and repayment of principal amount. This results in an increase in the public expenditure. It is also an important point in the causes of increase in public expenditure. എല്ലാ ഗവൺമെൻറ്റിനും എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റവന്യൂ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ കടമെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കടത്തിന് റിട്ടേൺ ആയിട്ട് ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. Then grants and loans to state governments and union territories. It is an important feature of public expenditure of the central government of India. The government provides assistance in the forms of grants in aid and loans to the states and the union territories. Okay, grants and loans to the state governments. അതായത് മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലൊക്കെ കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനൊക്കെ നൽകുന്ന ഗ്രാൻറ്റുകളൊക്കെ എന്താണ്? ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിനുള്ളൊരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ഇൻ ദ ഫോംസ് ഓഫ് ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് ആൻഡ് ലോൺസ് ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ടു ദ യൂണിയൻ ടെറിട്ടറി. ഇപ്പോൾ പല രാഷ്ട്രങ്ങളും പല സ്റ്റേറ്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള റവന്യൂ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പുതിയ ഗ്രാൻറ്റുകൾ നേടുക. അപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണല്ലേ, പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഓരോ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും എന്താണ് ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിന് കാരണമാവുന്നു. നെക്സ്റ്റ് ആണ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്ന് പറയും. ഓക്കെ, ആസ് പോവർട്ടി റേഷ്യോ ഈസ് ഹൈ, ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് അലീവിയേഷൻ പ്രോഗ്രാംസ് അല്ലേ. എക്കണോമിയിൽ ദാരിദ്ര്യം കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കൂടുതലായിട്ട് ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കുറേയധികം പണം ചിലവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇത്രയും പോയിൻറ്റ്സ് ആണ് ദ കോസസ് ഓഫ് ഇൻക്രീസിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.